നമ്മുടെ നാട്ടിൽ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ചിപ്സ്, അതേപോലെ തന്നെ അച്ചാറുകൾ, ഇതെല്ലാം വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരാരും തന്നെ ഒരു വലിയ ബ്രാൻഡായിട്ട് മാറാത്തതിൻ്റെ കാരണം എന്താണെന്നറിയും? ഇവരൊന്നും ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് തന്നെ പോയിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ നാട്ടിൽ കടകളിലൂടെ കിട്ടുന്ന ഈ ചിപ്സ് പാക്കറ്റുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ പാക്കിങ് തന്നെ ഒരു ബ്രാൻഡിങ് പാക്കിങ് എന്നുള്ള രീതിയിലായിരിക്കും. ഒരു പ്ലാസ്റ്റിക് കവറിനകത്തുള്ളിൽ അപ്പുറവും ഇപ്പുറവും കാണാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പാക്കിങ്ങുകളാണ് മിക്കവാറും ഉണ്ടാവുക. എന്നാൽ ഒരു ബ്രാൻഡ് നെയിമും ബ്രാൻഡ് പാക്കിങ്ങും എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ബ്രാൻഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും തന്നെ ഇതേപോലെയുള്ള ബിസിനസ്സുകളിൽ അവരുടെ പാക്കിങ്ങിലുണ്ടാകുന്ന മാറ്റം ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ല നല്ല രീതിയിലുള്ള ഒരു പാക്കിങ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു കടയിലിരിക്കുകയാണെങ്കിലും നമ്മൾക്ക് അതൊന്ന് എടുത്ത് നോക്കാൻ തോന്നും. അതേപോലെ തന്നെ അത് എടുത്തു നോക്കുന്ന സമയം മുതൽ ആ എടുത്തു നോക്കുന്ന ആൾക്ക് അത് വാങ്ങാനായിട്ടുള്ള മോട്ടിവേഷൻ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള പാക്കിങ്ങുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പാക്കിങ്ങുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ പാക്കേജുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ കേരളത്തിൽ കിട്ടും. അതേപോലെ തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. കൂടാതെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടായിട്ട് ചെയ്യാനും പറ്റും. നിങ്ങളൊരു നല്ല ബ്രാൻഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയുള്ള പാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഈ പാക്കുകളാണ് നിങ്ങളെ കൂടുതൽ ബിസിനസ്സിലേക്ക് എത്തിക്കുന്നതും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതും. മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, ഇപ്പം ചിപ്സ് ആണെന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം തീരുക, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റിന് മുൻപായിട്ട് ഇത് കൂടുതൽ കുറഞ്ഞ വിലയിൽ കൊടുത്ത് ഏറ്റവും പെട്ടെന്ന് വിൽപ്പന നടത്തുക എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഒരു ബ്രാൻഡാക്കി മാറ്റുക. നിങ്ങളുടെ ഒരു നല്ല ബ്രാൻഡ് നെയിം ആണെന്നുണ്ടെങ്കിൽ ആ നെയിമിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാക്കേജ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.